Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. കൗണ്ട് വളരെ കുറവുള്ള 19 പേര് കയറിയിട്ടുള്ളൂ. ഒരു മിനിറ്റ് കൂടി നോക്കാം അല്ലേ? കേൾക്കാൻ പറ്റണില്ല നിങ്ങക്ക്? കേൾക്കാൻ പറ്റണുണ്ടാ? ഓക്കെ. യെസ് മാം, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടാ. ഓക്കെ, നമ്മൾ എവിടം വരെ എടുത്തു നിർത്തിയത്? ഇനി ഇന്ത്യക്ക് നമ്മൾ മറ്റേ പോയിന്റ്സ് ഒക്കെ തീർന്നില്ലേ? കസ്റ്റമേഴ്സ് കംപ്ലൈന്റ്സ് ആണോ ഇനി എടുക്കേണ്ടത്? ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേഷൻ പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മിറ്റി, അത് ഫുള്ള് തീർന്നാ? അത് തീർത്തായിരുന്നു മാം. അതിന്റെ തൊട്ട് താഴത്തെ ബോക്സ് ഔട്ടായിരുന്നു. ബോക്സ് ഔട്ട്. ഓക്കെ ഓക്കെ. ഏതാ ചാപ്റ്റർ? പബ്ലിക് റിലേഷൻസ്. നമ്മുടെ നോട്ടിൽ തന്നേക്കുന്ന പേജ് നമ്പർ 37. ചാപ്റ്ററിന് നമ്പർ ആട്ടോ 37. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. ഇനി അതാണ് എടുക്കേണ്ടത്. എന്താണ് പബ്ലിക് മെഷറിംഗ്? അത് അളക്കുന്നതിനുള്ള സൂചനകൾ. പബ്ലിക് റിലേഷൻസിന്റെ
മെഷറിംഗ് അളവുകൾ അതിന്റെ അളക്കാനായിട്ടുള്ള സൂചകങ്ങളാണ് എന്നാണ് പറയണത്. ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. എന്തെന്നാ നമ്മൾ പേഷ്യൻസിനെ സഹായിക്കണം. അതിന് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കെയർ, മെഡിക്കൽ കെയർ, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കെയർ അല്ലെങ്കിൽ ആ മെഡിക്കൽ കെയർ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് അതിന്റെ ഒരുപാട് വഴികൾ നമുക്ക് സഹായിക്കാം. എങ്ങനെ? പല വഴികളിൽ കൂടി നമുക്ക് ഇതിന്റെ പേഷ്യൻസിന്റെ അവസ്ഥ, കണ്ടീഷൻസ് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. ആ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻസ് മെച്ചപ്പെടുത്താനും പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ, സന്തോഷമായിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ ഈ മെഷറിംഗ് ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻസിന്റെ അതിന്റെ അളക്കുന്നതിനുള്ള ആ സൂചകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് സഹായിക്കും. ഹെൽപ് ടു ഐഡന്റിഫൈ വേസ് ടു ഇംപ്രൂവ് ഇൻ മെഡിക്കൽ കെയർ. പേഷ്യന്റിന് കൊടുക്കണ ആ മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പി. അവർ എവിടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താലും പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ബെറ്റർ നല്ല ഇതിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. ഹാപ്പിയർ പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസ് എപ്പോഴും എന്തായിട്ടിരിക്കും? സന്തോഷമായിട്ടിരിക്കും. അതാണ് ആ കോളത്തിൽ പറയണേ. ഇൻഡിക്കേറ്റ് ചെയ്യണത് മെയിൻ ആയിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്തെന്നാ അണ്ടർലൈൻ ചെയ്യണേ? അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ, ഐഡന്റിഫൈ വേസ്. നമ്മൾ ഏത് വഴികളായി ഇംപ്രൂവ് ചെയ്യണേ? മെഡിക്കൽ കെയർ. അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ഹാപ്പി ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യണത്? ആ ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കണം. നമ്മളുടെ ഭാഗത്തുനിന്ന് പേഷ്യന്റിനെ കെയർ ചെയ്യണ പോലെ ഇരിക്കും പേഷ്യന്റിന് നമ്മളോടുള്ള അപ്രോച്ച്, അവരുടെ ഫുൾ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതുപോലെ ഇരിക്കും. അപ്പൊ അത് ഇവിടെ പറഞ്ഞത് എന്താ? പേഷ്യൻസിന് ഇംപ്രൂവ് ആയി തോന്നാൻ മെഡിക്കൽ കെയർ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ ആയിട്ട് അവർ നല്ല ഒരു മാറ്റി, അവർ എവിടെയാണോ അവർക്ക് ബെറ്റർ ആയിട്ട് തോന്നണേ അവിടേക്ക് നമ്മൾ അവരെ ഇതിനൊത്ത് മാറ്റി കൊടുക്കുക. പിന്നെ അതിന്റെ ഹാപ്പിയർ പേഷ്യൻസ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം. ഓക്കെ, അത് മാത്രമല്ല അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ തൃപ്തി. ഒരു പേഷ്യന്റിന് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് തൃപ്തിയായിരിക്കണം. ആ പേഷ്യന്റിന് നമ്മുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ പരിചരിക്കുന്നതിൽ പേഷ്യന്റിന് ഫുള്ളും എന്തായിരിക്കണം? സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. അത് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ എൻ ഔട്ട്ഡോർ സർവേ ഏജൻസി ഓർ ഡൺ ആസ് ഇൻ ഹൗസ് സർവേ. എന്ന് വെച്ചാൽ എന്താ ഇതെങ്ങനെയാണ് പേഷ്യൻസിന് സർവേ, സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തണേന്ന്? എങ്ങനെയാണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം? നമുക്ക് കണ്ടക്ട് ചെയ്യണത് ഔട്ട്ഡോർ സർവേ ആയിട്ട് ഒരു ഏജൻസി, പുറത്തു നിന്നുള്ള ഒരു ഏജൻസി ആയിട്ട് നമുക്കത് സർവേ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ ഹൗസ് സർവേ ആയിട്ട് നടത്താം. ഉള്ളിൽ നിന്ന്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാം. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഇങ്ങനെയൊക്കെ സർവേ ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ രണ്ട് തരത്തില്. ഒന്ന് അല്ലെങ്കിൽ ഔട്ട്ഡോർ സർവേ ഏജൻസി, പുറത്തു നിന്നിട്ട് നമുക്ക് ആ പേഷ്യൻസിനെ വീക്ഷിച്ചിട്ട് ഒരു സർവേ നടത്താം. അതുപോലെ തന്നെ ആസിന്റെ ഹൗസ് സർവേ എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പേഷ്യൻസിന്റെ സർവേ നടത്താം. പിന്നെ എങ്ങനെ? എ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡ് ടു ദ പേഷ്യൻസ്. ഓപ്ഷനിലുള്ള ഒരു സർവേ നമ്മൾക്ക് പേഷ്യൻസിന്റെ ചോയ്സിന് കൊടുക്കാം. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളതൊരു സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് പ്രൊവൈഡ് ടു ദ പേഷ്യൻസ്. ഓപ്ഷനുകളുള്ള ഒരു സർവേ എങ്ങനെയാണ് അതിന്റെ ആ ഒരു രീതി, നമ്മൾ ഔട്ട്ഡോർ ആണോ അതോ പേഷ്യൻസിനെ ഇൻ ഹൗസ് ആണോ എന്നുള്ള കാര്യം. ഇപ്പൊ പുറത്തു നിന്ന് പേഷ്യൻസ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ഔട്ട്ഡോർ എന്ന് പറയുന്നത് എന്താ? അവര് വീട്ടിൽ പോയി നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് പേഷ്യന്റിനോട് നമ്മൾ എന്ത് പറയും? നിങ്ങള് 10 ദിവസം കഴിഞ്ഞ് ഒന്ന് ചെക്കപ്പിന് വരാൻ പറയും, അല്ലെ? ഈ 10 ദിവസം കഴിഞ്ഞ് വരാൻ പറയുമ്പോൾ പേഷ്യൻസിന് നമ്മളെ പുറത്ത് വിട്ടു, ഔട്ട്ഡോർ ആയി. അപ്പൊ നമുക്ക് ആ പേഷ്യൻസിന്റെ സർവേ അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാതെ പേഷ്യൻസ് അവിടെ കിടക്കേണ്, 10 ദിവസം കൂടി നോക്കട്ടെ, ഒരു ഒബ്സർവേഷൻ, നിങ്ങൾക്ക് എന്താണ് നോക്കട്ടെ, ഇവിടെ കിടക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒബ്സർവേഷന് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ആ ഒരു സർവേ എടുക്കാം. അത് പേഷ്യൻസിന്റെ ഓപ്ഷൻ അനുസരിച്ച്.
ഇൻപേഷ്യന്റ് ആണോ ഔട്ട് പേഷ്യന്റ് ആണോ, പുറത്തേക്ക് അവർക്ക് എന്താന്നുള്ളത് അവരുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അവരുടെ ചോദ്യാവലിക്ക് നമുക്ക് വിൽക്കാം. അവരുടെ ഇതുപോലെ ഇരിക്കും നമ്മൾ ആ പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് കെയർ. ഓക്കെ, ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അപ്പൊ വെറുതെ ഇത് മനസ്സിലാക്കിയാൽ മതി. രണ്ട് തരത്തിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് കൊടുക്കാം. ഒന്ന് ഇൻഡോർ സർവേ ആയിട്ടും പിന്നെ ഇൻ ഹൗസ് ഹോസ്പിറ്റൽ സർവേ ആയിട്ടും. അത് മാത്രമേ അവിടെ ഇമ്പോർട്ടന്റ് ഉള്ളൂ. അത് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, കേൾക്കാൻ പറ്റണില്ല നിങ്ങക്ക്? ആരും ഒരു റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസ് എന്ന് വെച്ചാൽ എന്താ നോക്കാം നമുക്ക്. കസ്റ്റമറിന്റെ കംപ്ലൈൻസ് നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ്, നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. പരാതികളുടെ എണ്ണം ലഭിക്കുന്നത്. നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് നമ്മൾ ഒരു കംപ്ലൈന്റ് ബോക്സ് വെക്കണം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ അല്ലേ. എല്ലാ സ്ഥലത്തും പ്രോപ്പറായ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് വെക്കും? ഒരു കംപ്ലൈന്റ് ബോക്സ് വെക്കും. ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ നമ്മളിത് ചെറിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചിരിശി ഇങ്ങനെ പറയണത് എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ കാണാതെ ഹോസ്പിറ്റലിനെ മൊത്തം പഠിച്ച് നമ്മൾ ഹോസ്പിറ്റൽ നടത്താനൊന്നും പോണില്ല. ഹോസ്പിറ്റലിന്റെ ഫുൾ കാര്യങ്ങൾ ഒരു കുറേശ്ശെ നമ്മള് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് കംപ്ലൈന്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയണത്. ചെറിയ ഭാഗങ്ങളായിട്ട് കുറേശ്ശെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അല്ലാതെ ഇതിനൊന്നും ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പൊ കംപ്ലൈന്റ്സ് നമ്മള് പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് വായിക്കാൻ അവിടെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. കംപ്ലൈന്റ്സ് നോക്കാൻ വേണ്ടി വേറെ ഇതുണ്ടാവും. പക്ഷെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് ആ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ് എന്ന് വെച്ചാൽ പരാതികളുടെ എണ്ണം. ഒരുപാട് പരാതികൾ കിട്ടും. അതെങ്ങനെയാണ്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് പബ്ലിക് റിലേഷൻസ്. എങ്ങനെ? നമുക്ക് കിട്ടുന്ന പരാതികളുടെ എണ്ണം കുറവാണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, പരാതികളുടെ എണ്ണം കുറവാണ്. ബെറ്റർ ഈസ് പബ്ലിക് റിലേഷൻ. അങ്ങനെ കുറവായാല് പബ്ലിക് റിലേഷൻ ആണ് ഏറ്റവും കുറവ്. പരാതി കിട്ടുകയാണെങ്കിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻ നല്ലതാണ്. ഓക്കെ, ഈ പരാതികൾ വരാതെ നോക്കേണ്ടത് അപ്പൊ ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? പബ്ലിക് റിലേഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയണത്. അതാണ് ഇവിടെ പറഞ്ഞത്. പരാതികളുടെ എണ്ണം കൂടിയ ഇത് പബ്ലിക് റിലേഷൻസ് എന്താ? പരാതികളുടെ എണ്ണം കൂടിയ പബ്ലിക് റിലേഷൻസ് അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ആ ഹോസ്പിറ്റലിൽ മോശമാണെന്നാണ് അർത്ഥം. പരാതികളുടെ എണ്ണം കുറഞ്ഞാൽ എന്താ? ആ പബ്ലിക് റിലേഷൻസ് ഈസ് എ ബെറ്റർ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഒന്നുമല്ല, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, പരാതികളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് പബ്ലിക് റിലേഷൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. കുറച്ച് പരാതി ഉണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻസ് അടിപൊളിയാണ്, നല്ലതാണ്. പക്ഷെ കൂടുതൽ പരാതികൾ ഉണ്ട്, ഒരുപാട് പരാതികൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻസ് മോശമാണ്. അവരുടെ അതനുസരിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ഒപ്പീനിയൻ പോൾ. ജനറൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് വെച്ചാൽ പൊതു അഭിപ്രായത്തിന്റെ വോട്ടെടുപ്പ് എന്ന് വെച്ചാൽ ആൾക്കാർ മൊത്തം നമ്മളെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേരുണ്ടാവും. പല ഇതിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും, പല കാറ്റഗറിയിൽ. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല തിങ്ക് ചെയ്യണത് അല്ലെ. ഒക്കെ വ്യത്യസ്ത കാറ്റഗറി, വ്യത്യസ്ത ഇതിലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. മോസ്റ്റ്ലി പെർഷ്യൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ എ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. എന്താ? നമ്മള് ഈ പൊതു അഭിപ്രായത്തിന് നമ്മൾ ഒരു പോള് വെക്കും, വോട്ടെടുപ്പ് എടുക്കും. എല്ലാവരും അഭിപ്രായം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. നല്ല കൂടുതൽ വോട്ടെടുപ്പ് ഏതിനാണോ അതാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരം ആവശ്യമുള്ള ഈ പ്രശ്നങ്ങൾ എന്താണ്? മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ്, സിംഗിൾ ക്വസ്റ്റ്യൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ സിറ്റുവേഷൻ, അവിടുത്തെ സിറ്റുവേഷൻസ്, ആ പ്രോബ്ലംസ് അതനുസരിച്ചിരിക്കും അവിടുത്തെ ഉത്തരം, അവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഒരാള് പോള് ഒരു 10 പേര് ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതായിരിക്കും അവിടെ കൊണ്ടുപോണത്. അവരെന്താണോ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് അതിനുള്ള ഉത്തരമായിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്തെ സിറ്റുവേഷൻ, അപ്പോഴത്തെ ആ ഒരു പ്രോബ്ലംസ് ഇതിനനുസരിച്ചിരിക്കും ഈ ആ സമയത്തുള്ള ഇത് ജനറൽ ഒപ്പീനിയൻ പോൾ. അതത്രേ ഉള്ളൂ. അതൊന്ന് വെറുതെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? എക്സ്റ്റെൻസ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി.
എന്താ കമ്മ്യൂണിറ്റിയുടെ ഇതില് ശ്രമങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സമൂഹം അവരിൽ എക്സ്റ്റെൻഡ് ചെയ്യാം വളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ വളണ്ടറി എഫേർട്ട് എന്ന് വെച്ചാൽ സ്വമേധായുള്ള സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ആ ശ്രമം അല്ലെ. അപ്പൊ അതില് എങ്ങനെയാണ് കമ്മ്യൂണിറ്റിക്കുള്ള പങ്ക് എന്ന് വെച്ചാൽ വളണ്ടറി കോർപ്സ് വളണ്ടിയേഴ്സ് ആർ പബ്ലിക് സ്പിരിച്വൽ ആൻഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസ്. എന്താണ് അതിൽ പറഞ്ഞേ വളണ്ടറി കോർപ്സും പിന്നെ വളണ്ടറിമാരെന്ന് വെച്ചാൽ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ കുറച്ച് വളണ്ടിയേഴ്സിന് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വളണ്ടിയർമാര് അതിന്റെ സേവനങ്ങൾ നടക്കുന്ന ഈ ഇതൊക്കെ അവർക്കുള്ള ആ മനോഭാവങ്ങൾ സർവീസ് മൈൻഡ് അവർക്ക് എന്താ എപ്പോഴും സഹായിക്കണം എന്നുള്ള മൈൻഡ് ആയിരിക്കും. പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ സർവീസ് എങ്ങനെയായിരിക്കും, അങ്ങനെ മനോഭാവമുള്ള ആൾക്കാർക്ക് അധിക സേവനങ്ങൾ എപ്പോഴും അവർക്ക് എക്സ്ട്രാ സർവീസ് കിട്ടണം, നമ്മൾ എക്സ്ട്രാ സർവീസ് കൊടുക്കണം. വളണ്ടിയറി കോർപ്സും വളണ്ടിയേഴ്സും ആ പബ്ലിക് സ്പിരിച്വൽ അവര് എന്താണ് പൊതുബോധം, അവർക്ക് ഭയങ്കര പൊതുവായ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ബോധവൽക്കരണമായിരിക്കും. എല്ലാ കാര്യങ്ങളും അറിയില്ല, എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും അവർക്ക്. സർവീസ് മൈൻഡഡ്, അവർക്ക് എപ്പോഴും സഹായിക്കണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള പീപ്പിളിനെ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്താ പ്രൊവൈഡ് ചെയ്യണേ? അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എക്സ്ട്രാ സർവീസസ്, അധിക സേവനങ്ങൾ നൽകണം. അവർക്ക് സേവന മനോഭാവമുള്ള ആളുകളാണ്, അപ്പൊ നമ്മൾ അവർക്ക് എക്സ്ട്രാ സർവീസ് കൊടുക്കണം. അതാണ് അവിടെ വളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഈ വളണ്ടിയേഴ്സ് അറ്റൻഡർമാർ എല്ലാത്തിനെയും കുറിച്ച് കുറച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ വളണ്ടിയേഴ്സിന്റെ പുറകെ നമ്മൾ പോകുന്നൊന്നും വേണ്ട. പബ്ലിക് റിലേഷൻസ് അവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് റിലേഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് പറയണത്. അപ്പൊ നമ്മളിപ്പോ ഈ പഠിക്കുന്നതിൽ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്. വളണ്ടിയേഴ്സ് ആയാലും അറ്റൻഡർ ആയാലും ആംബുലൻസ് ആയാലും ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോകേണ്ടത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത് വിചാരിച്ചിട്ടാണ്. പിന്നെ നെക്സ്റ്റ് എന്താ? ദേ ഹെൽപ്സ് പേഷ്യൻസ് പോസ്റ്റ് തിങ്സ് ഇൻ എ പേഷ്യൻസ് കെയർ ഏരിയ. എന്താ ദേ ഹെൽപ്സ് പേഷ്യൻസ്? നമ്മൾ പറഞ്ഞു വളണ്ടറി, അവർക്ക് സർവീസ് മൈൻഡ് ആണ് അല്ലെ, ഓപ്പൺ മൈൻഡ് ആണ്. അവർക്ക് സർവീസ് ചെയ്ത് അവർക്ക് എല്ലാവരെയും സഹായിക്കണം. സ്പിരിച്വൽ പബ്ലിക് ആണ്, പബ്ലിക് സ്പിരിച്വൽ ആണ് അവർക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെന്താ? ദേ ഹെൽപ്ഡ് പേഷ്യൻസ്, അവര് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. എങ്ങനെ? പോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യൻസ് കെയർ ഏരിയാസ്. എങ്ങനെ? പേഷ്യൻസിനെ പരിചരണ കാര്യങ്ങളില്, കെയർ ചെയ്യുന്ന കാര്യങ്ങളില് പേഷ്യൻസിനെ അവർ പോസ്റ്റ് ചെയ്യണത് ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് കാണുന്നത് അവരാരെ? പേഷ്യൻസിന് അല്ലെ. അപ്പൊ ഈ വളണ്ടിയർമാരുടെ എപ്പോഴും വളണ്ടിയർമാർ എത്ര എന്തുണ്ടെങ്കിലും വളണ്ടിയേഴ്സ് ആയാലും വളണ്ടറി ഫോക്സ് ആയാലും ഇതുണ്ടെങ്കിലും അവര് മുൻതൂക്കം കൊടുക്കേണ്ട അവൻ പോസ്റ്റ് ചെയ്യണത് ആരെയായിരിക്കും? പേഷ്യൻസിനായിരിക്കും. ഓക്കെ. മോർ വളണ്ടറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ വൺ പബ്ലിക് റിലേഷൻ. ഇവിടെ നമ്മളോട് എന്താ പറയണേ? ഒരു ഹോസ്പിറ്റലില് കൂടുതൽ വളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? പബ്ലിക് റിലേഷൻ ബെറ്റർ ആയിരിക്കും. അവിടെ എന്താ പറയണേ? പബ്ലിക് റിലേഷൻ ബെറ്റർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു കംപ്ലൈന്റ് കുറവാണെങ്കിൽ ബെറ്റർ, കംപ്ലൈന്റ് കുറവാണെങ്കിൽ പബ്ലിക് റിലേഷൻ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയണേ വളണ്ടിയേഴ്സ്, മോർ വളണ്ടിയറിസം, അവിടെ കൂടുതൽ എന്താ സന്നദ്ധ പ്രവർത്തകർ നടക്കുകയാണ്. സർവീസ് മൈൻഡ് ഉള്ളതോടുകൂടി അവരെന്താ നടക്കണേ? ഒരുപാട് വളണ്ടിയർമാരുണ്ട്. ഞാൻ സഹായിക്കാം സ്വന്തം ഇഷ്ടത്തിൽ, നമ്മൾ ആരെയും ഏൽപ്പിച്ചതല്ല, അവർ സ്വന്തം ഇഷ്ടത്തിൽ അവർക്ക് സർവീസ് മൈൻഡ് വെച്ച് അവരിങ്ങനെ ഒരുപാട് വളണ്ടിയർമാർ വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ഇസ് എ ബെറ്റർ ഇൻ പബ്ലിക് റിലേഷൻ. ആ ഹോസ്പിറ്റൽ എന്താ? പബ്ലിക് റിലേഷൻസ്, അവരുടെ പൊതുസമ്പർക്കം എപ്പോഴും മെച്ചപ്പെടുത്താനായിട്ട് ആ പബ്ലിക് റിലേഷൻസിന്റെ ആ ഒരു ഇതാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേര് പബ്ലിക് റിലേഷൻസ്. അതുകൊണ്ടാണ് പബ്ലിക് റിലേഷൻസിന് കണക്ട് ചെയ്ത് എല്ലാവരും വരുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ഇല്ലേ അവിടെ? ഓക്കേണോ? ഓക്കെ. മനസ്സിലാവുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? മനസ്സിലാവുന്നുണ്ടാ? ഇല്ലേ? ആരും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റാഫ് ടേൺ ഓവർ നമുക്ക് നോക്കാം. സ്റ്റാഫ് ഇല്ല. മുഹമ്മദ് സിനാൻ മനസ്സിലായില്ലേ? ഏതാ മനസ്സിലാവാത്തെ? മുഹമ്മദ് സിനാൻ ഏതാ മനസ്സിലാവാത്തെ? പറഞ്ഞോ. ഞാൻ മ്യൂട്ട് ഓൺ ആണല്ല. പറഞ്ഞോ, ഏതാ മനസ്സിലാവാത്തെ? മുഹമ്മദ് സിനാൻ.
ഇതിൽ ഏതാ മുഹമ്മദ് സിനാന് മനസ്സിലാവാത്തത്? അതൊന്നും കൂടി പറ മിസ്. ഏതാ പറയണ്ടേ? വളണ്ടിയേഴ്സിന്റെ ആണോ? ഏതാ പറയണ്ടേ? വളണ്ടിയേഴ്സിന്റെ ഒന്നുമില്ല. വളണ്ടറി കോപ്സും വളണ്ടിയേഴ്സും അവിടെ വർക്ക് ചെയ്യണ വളണ്ടിയേഴ്സുമാരാ പറയണതാണ്. അവർക്ക് പബ്ലിക് സ്പീച്ച് എന്ന് വെച്ചാൽ എന്താ അവര് പബ്ലിക് സ്പീച്ച് എന്ന് വെച്ചാ അവർക്ക് ഭയങ്കര പൊതുബോധം എന്ന് പറയില്ലേ, നമ്മളെ സ്പീച്ച് പബ്ലിക്കിനോട് നല്ല ഒരു കെയർനെസ്, ഒരു ബോധങ്ങൾ, ഒരു നല്ലൊരു മൈൻഡ് പബ്ലിക്കിനോട്. അങ്ങനെയുള്ളവർക്ക് സർവീസ് മൈൻഡ്. പിന്നെന്താ, അവർക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. എന്തും സഹായിക്കാനായിട്ട് നമ്മൾ വിളിക്കാതെ തന്നെ അവർക്ക് സഹായിക്കാനുള്ള ആ ഒരു സർവീസ് മൈൻഡ് പീപ്പിൾ, ജനങ്ങളെ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എക്സ്ട്രാ സർവീസസ്. അവർക്ക് ഒരു എക്സ്ട്രാ സേവനം കൂടിയും അവർക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. വളണ്ടറി കോപ്സ് വളണ്ടിയേഴ്സിന് അധിക സേവനങ്ങൾ നൽകുന്ന പൊതുബോധങ്ങൾ എന്ന് വെച്ചാൽ പബ്ലിക് സ്പിരിച്വൽ, അങ്ങനെയുള്ള സേവന മനോഭാവമുള്ള ആളുകളാണ് അവര്, അല്ലെ? അവരെങ്ങനെ സേവന മനോഭാവമുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എക്സ്ട്രാ സർവീസ് കൊടുക്കണം. കുറച്ചും കൂടി കൂടുതലുള്ള സർവീസ് കൊടുക്കാം. അവർക്ക് നല്ല മൈൻഡ് ഉണ്ട്, ആരെ സഹായിക്കാനുള്ള മൈൻഡ് ഉണ്ട്. അപ്പൊ അതും പറഞ്ഞ് നമുക്ക് അവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സർവീസ് കൊടുക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേ? നമ്മൾ പേഷ്യൻസിന് ഇവരെന്താ ചെയ്യണേ? ഈ വളണ്ടിയർമാർക്കുള്ള കടമ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലല്ല വേറെ വല്ല ക്യാമ്പ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല ആക്റ്റീവുള്ള നല്ല ചുറുചുറുക്കുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പിടിക്കും? വളണ്ടിയേഴ്സുമാരായിട്ട് നിർത്തും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അങ്ങനെ വളണ്ടിയേഴ്സ് ആണെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ എന്താ ചെയ്യണേ? ദേ ഹെൽപ്പ് പേഷ്യൻസ്. അവരെന്താ ചെയ്യണേ? പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? അതില് നമ്മള് പേഷ്യൻസിന്റെ കെയർ ഏരിയ ആയിരിക്കും അവര് ഹോസ്റ്റ് ചെയ്യണത്. മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ഹോസ്റ്റ് ചെയ്യണത് ആരായിരിക്കും? എവിടെ ആയിരിക്കും? പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യണ ആ ഏരിയയിൽ, അല്ലെ? ഹോസ്പിറ്റൽ ആവുമ്പോഴേ അവിടെ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ആർക്കാ? പേഷ്യൻസിന്, അല്ലെ? ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ വളണ്ടിയർമാരും അവിടെ തന്നെ പേഷ്യൻസിനെയാണ് അവർ ഹെൽപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ അവർ ഹോസ്റ്റ് ചെയ്യണത്. ഹോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മള് മെയിൻ ആയിട്ട് ഒരാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പേഴ്സൺ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണത്. ആ ഹോസ്റ്റ് ചെയ്യണത് ആർക്കായിരിക്കും? കെയർ ഏരിയ, പേഷ്യൻസിന്റെ കെയർ ഏരിയയിലോട്ടായിരിക്കും, ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഏരിയയിൽ. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. മൂന്നാമത് എന്താ പറഞ്ഞേ? ഒരുപാട് വളണ്ടിയർമാരെ ഒരുപാട് നമ്മള് വളണ്ടിയർമാർക്ക് പൈസ ഒന്നും കൊടുക്കില്ല. നമ്മൾ പറഞ്ഞു അവർക്ക് സർവീസ് മൈൻഡ് ആണ്, സഹായ മനസ്സാണ്, അല്ലെ? അങ്ങനെ അവർ ക്യാഷിന് വേണ്ടിയിട്ടൊന്നുമല്ല അവർ ചെയ്യണത്. അവർക്കൊരു ഉള്ളിൽ ഒരു ആത്മസുഖം കിട്ടാൻ, ഒരു ആത്മസംതൃപ്തി കിട്ടാൻ, അവർക്ക് ഉള്ളിന്റെ ഉള്ളില് ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വളണ്ടിയേഴ്സ് ഒക്കെ എല്ലാവരും ഏറ്റെടുക്കുന്നത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കണില്ല. അപ്പൊ അവർക്ക് എന്താ? ഒരുപാട് വളണ്ടിയേഴ്സുമാര് ആ ഹോസ്പിറ്റലില് ഞാൻ ഇവരെ സഹായിക്കാം, ഞാൻ ഈ പേഷ്യന്റിനെ നോക്കാമെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അത് ആരുടെ ബെറ്റർ ആണ്? ആ ഹോസ്പിറ്റലിന് നല്ല ബെറ്റർ ആയ പബ്ലിക് റിലേഷൻസ് ഉണ്ട്, അല്ലെ? അതുകൊണ്ടല്ലേ പബ്ലിക് റിലേഷൻസ്, നല്ല ബെറ്റർ ആയ പബ്ലിക് റിലേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഒരുപാട് വളണ്ടിയർമാര് വരുന്നത്. ഓക്കെ, ഇനി ഓക്കെ ആയോ? മുഹമ്മദ് സിനാന് മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാഫ് ടേൺ ഓവർ നോക്കാം. സ്റ്റാഫ് ടേൺ ഓവർ, സ്റ്റാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരുപാട് മെഡിക്കൽ സ്റ്റാഫ് ആയാലും നോൺ മെഡിക്കൽ സ്റ്റാഫ് ആയാലും ഒരുപാട് സ്റ്റാഫ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും, അല്ലെ? അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് നമുക്ക് നോക്കാം. എന്താണ് സ്റ്റാഫ് ടേൺ ഓവർ? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റാഫിന്റെ ടേൺ ഓവർ എന്ന് വെച്ചാൽ അതിന്റെ വിറ്റുവരവ്, അവിടുത്തെ കണക്കുകൾ എങ്ങനെയാണ് നോക്കാം. Minimum turnover of staff is an indication of good public relations of the organization. ഇവിടെ വന്നു പബ്ലിക് റിലേഷൻസിനെയാണ് ഫുള്ളും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത്, അല്ലെ? ഇവിടെ റിവീൽ ചെയ്യണത് മെയിൻ ആയിട്ട് എന്താ? പബ്ലിക് റിലേഷൻസ്. ആ ഒരു സംഘടന, ആ ഒരു ഓർഗനൈസേഷനെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇൻഡിക്കേഷൻ ചെയ്യണത്. അപ്പൊ മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേ? ഏറ്റവും കുറഞ്ഞ വിറ്റുവരവ്. ടേൺ ഓവർ എന്ന് വെച്ചാൽ നമ്മുടെ ലാഭം, ആ ഒരു വിറ്റുവരവ്, കുറഞ്ഞ വിറ്റുവരവ് സ്ഥാപനത്തിന്റെ നല്ല പബ്ലിക് റിലേഷൻസിന്റെ സൂചനയാണ്. ഓക്കെ, ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫിൽ പറയണത് എന്താ പറയണേ? മിനിമം ടേൺ ഓവർ എന്ന് വെച്ചാൽ ഒരു കുറച്ചുള്ള വിറ്റുവരവ്. കുറച്ച് വിറ്റുവരവ് അവിടുത്തെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല
പബ്ലിക് റിലേഷൻസ്, ആ ഒരു ഗുഡായ പബ്ലിക് റിലേഷൻസിന്റെ സൂചനയാണ്. അവിടുത്തെ സ്റ്റാഫിന്റെ, മെഡിക്കൽ സ്റ്റാഫിന്റെ കുറച്ചുള്ള ആ ഒരു വിറ്റുവരവ് അവിടുത്തെ എന്താ ഗുഡ് പബ്ലിക് റിലേഷൻസിന്റെ നല്ലൊരു സൂചനയാണ്. നല്ല പബ്ലിക് റിലേഷൻ ആണ് ആ ഹോസ്പിറ്റലില് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിടാം. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടാ? ഓക്കേണോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? കോൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. എന്താ അവിടെ എന്താ പറഞ്ഞേ? നമ്മൾ രോഗികൾ ഉള്ളതിന്റെ ആ ഒരു അറ്റൻഡൻസ്, അവിടെ എത്ര പേഷ്യൻസ് ഉണ്ട്, അവരൊരു അറ്റൻഡൻസ്, അവിടെ ഒരു ഹാജർ അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ എണ്ണം അനുസരിച്ചിരിക്കും. നല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരുപാട് പേഷ്യൻസ് വരും അല്ലെ? വലിയൊരു ഹോസ്പിറ്റലാണ്, ഭയങ്കര ക്യാഷ് ആണെങ്കിലോ അവിടെ എന്തായിരിക്കും? ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പേഷ്യൻസ് അവിടെ കുറവായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കണം എന്തുകൊണ്ടാ? നല്ല ഒരുപാട് തിരക്കുണ്ട് ആ ഹോസ്പിറ്റലാണെങ്കിൽ അത് നല്ല ഹോസ്പിറ്റലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത് അറ്റൻഡൻസ്. അറ്റൻഡൻസ് എന്ന് വെച്ചാല് പേഷ്യൻസ് ഉള്ളത്, ഹാജർ ബൈ പേഷ്യൻസിന്റെ നമുക്ക് എങ്ങനെ നോക്കാം? ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് AQ. മനസ്സിലായില്ലല്ലോ മുഹമ്മദ് സിനാൻ, എന്താ മെസ്സേജ് ഇട്ടേ? AQ എന്ന് വെച്ചാൽ എന്താ? AQ എന്താ? ഇല്ല. ഓക്കെ, കൈ തട്ടിയതാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ കോൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ്. അപ്പൊ നമ്മൾ പറയാം പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൂടണത്? എങ്ങനെയാണ് പേഷ്യൻസിന്റെ എണ്ണം ഹോസ്പിറ്റലിൽ കൂടണേ? ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദെയർ അപ്പോയിന്റ്മെന്റ് ആ ടെക്സ്റ്റ് മെസ്സേജ്, ഇമെയിൽ ഓർ ഓവർ ദ ഫോൺ. എന്താ പറഞ്ഞേ? നമ്മൾ മെസ്സേജ് ഇടാം, ടെക്സ്റ്റ് മെസ്സേജ്, ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ഇമെയില്, മെയിലിലോ അല്ലെങ്കിൽ ഫോണിലൂടെയോ രോഗികളുടെ അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ രോഗികള് കൂടുന്നു, ഉയർന്ന രോഗികൾ വരും, ഏറ്റവും രോഗികൾ കൂടും. ഓക്കെ, നമ്മൾ ഒരു പേഷ്യൻസിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? അവർ അറ്റൻഡൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ ഉയർത്താൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് മെസ്സേജ്. പേഷ്യന്റിന് ഇടയ്ക്കിടയ്ക്ക് നമ്മള് പേഷ്യൻസിന് ഇന്ന് വരുന്നില്ലേ, നിങ്ങളുടെ ഡേറ്റ് ആയി, നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് ആയി, ഡോക്ടറെ കാണേണ്ട ഡേറ്റ് ആയി, നിങ്ങളുടെ റിസൾട്ട് കാണിക്കാനായി എന്നുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ്. അതുപോലെ തന്നെ മെയിൽ ചെയ്യാം, പേഷ്യൻസിന് നമുക്ക് മെയിൽ ചെയ്യാം. പിന്നെന്താ? ഓവർ ദ ഫോൺ എന്ന് വെച്ചാല് ഫോണിലൂടെ പേഷ്യൻസിനെ നമുക്ക് വിളിക്കാം, ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ്, പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ് അവര് വരുന്നതിന് മുമ്പ് എല്ലാ പേഷ്യൻസും ഒരുപോലെ ഇന്ന ഡേറ്റിൽ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ല, അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് എല്ലാവരും ഓർക്കണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഓർമ്മപ്പെടുത്താം, നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താം. ഇന്ന ഡേറ്റില് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, വരില്ലേ? ഇന്ന് വരണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ വിളിച്ച് അവരെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? ഹയർ പേഷ്യന്റ് ടേൺ അപ്പ്. അപ്പൊ പേഷ്യൻസിന്റെ എണ്ണം കൂടും, പേഷ്യൻസിനെ നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? ബെറ്റർ ദ റിലേഷൻസ് ഓർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ്, മോർ കൺസിസ്റ്റൻസ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ്. എന്താ പറഞ്ഞേ? നമ്മൾ പേഷ്യൻസുമായുള്ള ആ ഒരു റിലേഷൻസ്, ആ ഒരു ബന്ധമോ അല്ലെങ്കിൽ അവരായിട്ടുള്ള ആ ഒരു സമ്പർക്കമോ മികച്ചതാണ് എങ്കിൽ രോഗിയുടെ അറ്റൻഡൻസ് അവിടെ എന്തായിരിക്കും? സ്ഥിരതയുള്ളതായിരിക്കും. എന്തായിരിക്കും? സ്ഥിരതയുള്ളതായിരിക്കും. അവിടെ കൂടിക്കൊണ്ടിരിക്കും കൺസിസ്റ്റൻസി ആയിട്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. ബെറ്റർ റിലേഷൻ, നമ്മൾ ആ പേഷ്യൻസ് ആയിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു ആ ഒരു മൈൻഡ് ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിലേഷനും നല്ലൊരു കോണ്ടാക്റ്റും ആ പേഷ്യൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും?
രോഗിയുടെ അറ്റൻഡൻസ്, രോഗികളുടെ എണ്ണം ആ ഹോസ്പിറ്റലിൽ കൂടും. അതൊരു സ്ഥിരതയുള്ളതായിട്ട്. ഒരിക്കലും ആ പേഷ്യൻസ്, ഇനി ആ പേഷ്യൻസ് എത്ര വന്നാലും ഈ ഹോസ്പിറ്റലിൽ തന്നെ വരുള്ളൂ. ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആയാലും ആ പേഷ്യൻസിന് പരിചയമുള്ള ആരായാലും ആ പേഷ്യൻസിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നത് ആ ഒരു ഇതനുസരിച്ചായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ എണ്ണം കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ 2 പോയിന്റ് അവിടെ പറഞ്ഞുള്ളൂ അറ്റൻഡൻസിനെ കുറിച്ച്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് നമ്മൾ ഇവിടുന്ന് മെസ്സേജ് വിടാം, അല്ലെങ്കിൽ മെയിൽ വിടാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോണിൽ കൂടി വിളിച്ച് പേഷ്യൻസിന്റെ എണ്ണം കൂട്ടാം. അപ്പോയിന്റ്മെന്റ് നമ്മൾ സ്വയം എടുക്കുമ്പോ പേഷ്യൻസ് വരും. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് നമ്മൾ അവരായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാം. നല്ലൊരു റിലേഷൻസ്, നല്ലൊരു കോണ്ടാക്ട് പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ പേഷ്യൻസിന്റെ അറ്റൻഡൻസ് ഹോസ്പിറ്റലിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, അതാണ് 2 പോയിന്റ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഡൊണേഷൻസ്. കുഴപ്പമില്ലല്ല, ഫോണിൽ ഇങ്ങനെ പറഞ്ഞു പോണത് മനസ്സിലാവുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ല. ഞാൻ വീണ്ടും മനസ്സിലാവുന്നില്ലേ എന്ന് പറയണത്. എല്ലാവരും ഒരുപോലെ ആവില്ല. ചിലവർക്ക് പെട്ടെന്ന് ടച്ചാവും, ചിലവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറയണ. മനസ്സിലാകാത്തവര് കൂടുതലും ഞാൻ പറയണതാണ് മനസ്സിലാകാത്തതെങ്കിൽ വീണ്ടും ചോദിക്കാം. അതല്ല എനിക്കത് മിസ്സായി, ഞാൻ ഇപ്പഴാ വന്നുള്ളൂ, കേട്ടില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് വീണ്ടും കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡൊണേഷൻസ്. ക്ലിയർ ആണ് അൽഫിയ? ഓക്കെ, അപ്പൊ ഡൊണേഷൻസ് ഇനി നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്തു അല്ലേ? ഇനി ഡൊണേഷൻ കാര്യങ്ങൾ ആ ഹോസ്പിറ്റലില് ഡൊണേഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം എന്താ ഡൊണേഷൻസ്. സംഭാവനകൾ എന്താ? ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് അറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. എന്താ പറഞ്ഞേ? നമ്മളെ രോഗികള്, ഹോസ്പിറ്റലിലുള്ള ആ ഒരു രോഗികളെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും, പരിശോധിക്കും, ആ ചികിത്സിപ്പിക്കുന്നതിനും പിന്നെ അവർക്ക് റീഹാബിലിറ്റിക്ക് എന്താ ചെയ്യാം? പുനരധിവസിപ്പിക്കും. എന്നുവെച്ചാൽ പുനരധിവസിപ്പിക്കാം. പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവന്നു, ട്രീറ്റ്മെന്റ് ചെയ്തു, വീണ്ടും അവരെ അങ്ങനെ ചെയ്യണ ആ ഒരു റീഹാബിലിറ്റേറ്റ് എന്നുവെച്ചാൽ പുനരധിവസിക്കുകയും ചെയ്യുക എന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ, പ്രധാനപ്പെട്ട ഒരു ദൗത്യം അല്ലെ? അതാണ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അപ്പൊ നമ്മള് ഇൽ പേഷ്യന്റ് എന്ന് വെച്ചാല് അസുഖമുള്ള പേഷ്യൻസിന്, രോഗികൾ. ഇൽ പേഷ്യന്റ് എന്താ? അസുഖമുള്ള പേഷ്യന്റ്, രോഗികള്. അപ്പൊ ഈ ഡൊണേഷൻസ് അവിടെ വന്നത് എന്തുകൊണ്ടാ? ഹോസ്പിറ്റലില് ഒരു പ്രൈമറി മിഷൻ ഉണ്ട്. ആ ഒരു പ്രൈമറി മിഷൻ എന്ന് വെച്ചാല് ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യന്റ്. അത് അണ്ടർലൈൻ ചെയ്തിടാം. ഹോസ്പിറ്റലിലുള്ള പ്രൈമറി മിഷൻ എന്താ? ഹോസ്പിറ്റൽ ഈസ് പ്രൈമറി മിഷൻ ഈസ് ചോദിക്കും എന്താ പ്രൈമറി മിഷൻ? ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യന്റ്. പേഷ്യൻസിനെ ചികിത്സിപ്പിക്കുകയും അതിലുപരി അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിന്റെ ഒരു പ്രൈമറി മിഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, സംടൈംസ് ബോത്ത് ദ ഹോസ്പിറ്റൽസ് ആൻഡ് പേഷ്യൻസ് മൈറ്റ് ഫെയിൽ ടു മീറ്റ് അപ്പ് വിത്ത് ദ ചാർജസ് നീഡഡ് ഫോർ ദിസ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് ട്രീറ്റ് കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും. അങ്ങനെയുള്ള സംടൈംസ്, ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ചില സമയത്ത് ബോത്ത് ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പേഷ്യൻസ് മൈറ്റ് ഫെയിൽ, അല്ലെങ്കിൽ എന്താ ഹോസ്പിറ്റലും പേഷ്യന്റും ഇതിനാവശ്യമായ എന്താണ് ചാർജ് വിത്ത് ദ ചാർജ് നീഡഡ് എന്ന് വെച്ചാൽ ആവശ്യമായ ഒരു ചാർജ്, ഒരു നിരക്ക്, ഒരു ചെറിയൊരു തുക നമ്മൾ നിറവേറ്റുന്നതിൽ അവർക്ക് എന്താ ചിലപ്പോ അവർക്ക് പരാജയപ്പെടും, ഫെയിൽ ആയേക്കാം അല്ലെ? അങ്ങനെയുള്ളവർ ഇപ്പൊ എല്ലാവർക്കും ഹോസ്പിറ്റലിലെ ക്യാഷ് കെട്ടാനൊന്നും പറ്റില്ല. ചിലവർക്ക് എന്തായിരിക്കും? നമ്മൾ ഡൊണേഷൻ ആണ് അപ്പൊ വേണ്ടത് അല്ലെ? ചില ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ബില്ലാവും, അവർക്ക് തീരെ കാശ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ ചില ഹോസ്പിറ്റലിൽ അതിനുള്ള ഡൊണേഷൻസ് കൊടുക്കും, അവർക്ക് സംഭാവനകൾ കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സംടൈം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പേഷ്യൻസിന് ചില സമയത്ത് അവർ വിചാരിച്ച ആ ഒരു ക്യാഷ് ചാർജ് അവർക്ക് എടുക്കാൻ പറ്റൂല. വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസും ബൈസ്റ്റാൻഡറൊക്കെ പേടിച്ചു അല്ലെ? പക്ഷെ അവർക്ക് തീരെ കഴിവില്ല. അപ്പം അവരെ കാർഡ്, അവരെ ഫുൾ കാര്യങ്ങളൊക്കെ നമ്മുടെ PRO ഹോസ്പിറ്റലിൽ ഈ കണക്കുകൾ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കണ ഒരു ഇതുണ്ടാവും. അവര് വന്ന് പേഷ്യൻസിനെ കുറിച്ച് നോക്കി ഒരു ഡൊണേഷൻ അവർക്ക് കൊടുക്കും, ഒരു സംഭാവന, ഒരു ചെറിയൊരു ഡൊണേഷൻ കൊടുക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഡൊണേഷൻ കൊടുക്കുന്നത്. ബോത്ത് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യൻസ് ഫെയിൽ എന്ന് വെച്ചാൽ അവർക്ക്
കാശ് തരാൻ പറ്റാത്ത ഒരവസ്ഥ, ഈ ഹോസ്പിറ്റലിലുള്ള ചാർജ് ഈടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ അവർക്ക് ഒരു ചെറിയ ഡൊണേഷൻ കൊടുക്കും. അവിടെയാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ? ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂട്ട്സ് ഫ്രം ദ പബ്ലിക് കം ഇൻ ഹാൻഡി സച്ച് സിറ്റുവേഷൻസ്. എന്ന് വെച്ചാൽ എന്താ? ചില സുപ്രധാനമായ സാഹചര്യങ്ങളിൽ, ചില സാഹചര്യത്തില് നമ്മൾ പബ്ലിക്കിന്, പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനയും പിന്നെ നമ്മൾ അവിടെ ചാരിറ്റി സംഭാവനയും സ്വീകരിക്കും. ചാരിറ്റികൾക്ക് ഒരുപാട് ചാരിറ്റീസിനൊക്കെ മിക്ക ഹോസ്പിറ്റലുകാരും എന്ത് കൊടുക്കും? ഇവിടെ കിട്ടുന്നതിൽ ഒരു ചെറിയൊരു പെർസെന്റേജ് ഇൻകം കൊടുക്കും. അതാണ് ഡൊണേഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ. എന്തെങ്കിലും സംഭാവന ആർക്കാ കൊടുക്കാം? ചാരിറ്റബിൾ കോൺട്രിബ്യൂട്ട്സ് ഫ്രം ദ പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്നുള്ള ആ ഒരു സംഭാവനയും പിന്നെ അതിന്റെ ആ ഒരു ചാരിറ്റബിൾ സംഭാവനയും കം ഇൻ ഹാൻഡി സച്ച് വൈറ്റൽ സിറ്റുവേഷൻ. ചില സിറ്റുവേഷനുകളിൽ, ചില സുപ്രധാനമായ, പ്രധാനപ്പെട്ടത് സുപ്രധാനം. അപ്പൊ ചില സിറ്റുവേഷനിൽ പബ്ലിക് റിലേഷൻസ് എന്ത് കൊടുക്കും? ഡൊണേഷൻ കൊടുക്കും. അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ചാരിറ്റിക്കും കൊടുക്കും, പിന്നെന്താ? പേഷ്യൻസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്, ഇങ്ങനെയുള്ള വീക്കായ പേഷ്യൻസിന്. സംടൈംസ് പേഷ്യൻസ് മൈറ്റ് ഫെയിൽ ടു മീറ്റ്, അവർക്ക് ചാർജ് ആവശ്യമുള്ളത്, ചാർജ് നീഡ്സ് ടു ദിസ്, എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് പേഷ്യൻസിനായാലും ചാരിറ്റബിൾ ആയാലും അവർക്കൊക്കെ ചെറിയ ഡൊണേഷൻ കൊടുക്കും ഹോസ്പിറ്റലായാലും. അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇൻപേഷ്യന്റ് ലീവിംഗ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലാമ എന്ന് പറയും, ഇമ്പോർട്ടന്റ് ആണ്. ലാമയുടെ ഫുൾ ഫോം എല്ലാവരും അണ്ടർലൈൻ ചെയ്തിടാം. എന്താ? ലീവിംഗ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഇമ്പോർട്ടന്റ് ആണ്. ലാമ പേഷ്യന്റ് എന്താ? When an inpatient expresses the desire to leave against the advice of the physician. എന്താ പറഞ്ഞേ? ഒരു ഫിസിഷ്യന്റെ, ഒരു പേഷ്യന്റ് ഒരു ഫിസിഷ്യന്റെ അഡ്വൈസിന് വിരുദ്ധമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ട്, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വേണ്ട, എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് തരണം എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഈ ലാമ ഫോം ഉപയോഗിക്കുന്നത്. അല്ലെ? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചേർന്നു. പേഷ്യന്റിനെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ബെറ്റർ ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ആ ഒരു ഫിസിഷ്യൻ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ പോകാം. രണ്ട് തരത്തില് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം, അല്ലേ? അപ്പൊ ഇതില് പറയണത് എന്താ? ലാമ ഫോം വന്നത് എങ്ങനെ? ലാമ ഫോം വന്നേ when a patient expresses desire to leave, പേഷ്യൻസിന്റെ ആഗ്രഹപ്രകാരമാണ് വിട്ടുപോകാൻ പറയണത്, അല്ലെ? ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസിന്റെ അസുഖം മാറിയിട്ടില്ല, ഡോക്ടർക്ക് താല്പര്യമില്ല, ഡോക്ടർക്ക് അറിയാം പേഷ്യൻസ് പോയാൽ കണ്ടീഷൻ മോശമാവും, അതുകൊണ്ട് പേഷ്യന്റ് പോണ്ടാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്ക് പോണം? പേഷ്യന്റിന് പോണം. അങ്ങനെ പോണെങ്കിൽ അവരെന്ത് എഴുത വേണം? ലാമ ഫോമില് കൺസെന്റ് എഴുതി ഒപ്പിട്ട് തരണം, അല്ലേ? അതാണ് അഡ്വൈസ് ഓഫ് ദ ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ അഡ്വൈസ് ഇല്ലാതെ ലീവ് ചെയ്ത് പോണ പേഷ്യൻസിനാണ് ഈ ലാമ ഫോം ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. AMA പ്രൊസീജിയർ അഡ്വൈസ് എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പ്രൊസീജിയർ പ്രകാരം ഈസ് എക്സ്പ്ലെയിൻഡ് ദ പേഷ്യന്റ് ഓർ റെസ്പോൺസിബിൾ പാർട്ടി സൈൻസ് ദ AMA ഫോം. AMA ഫോം എന്ന് പറയുന്നത് എന്താ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഹോസ്പിറ്റലിലുള്ള ഈ ഒരു മെഡിക്കൽ അഡ്വൈസിന്, മെഡിക്കൽ ഡോക്ടറെ ഉപദേശത്തിന് വിരുദ്ധമായിട്ടല്ല അവര് പോണത്. അങ്ങനെ പോണ ഫോമില് കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവോ? ഈ പേഷ്യന്റിന് കണ്ടീഷൻ ഇങ്ങനെയാണ്, ഈ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള പേഷ്യന്റിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാതെ പേഷ്യന്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഡിസ്ചാർജ് എഴുതി കൊടുക്കുന്നത് എന്ന് എഴുതി കൺസെന്റ് എഴുതി ഒപ്പിടുന്നതാണ് ഈ ലാമ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, thus accepting responsibility for their decision and it becomes a part of the medical records. അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളല്ല, ആരേറ്റെടുക്കണം? പേഷ്യൻസും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറും ഏറ്റെടുക്കണം. നമ്മളുടെ ഉത്തരവാദിത്തം എന്താ? അവരെ കൊണ്ട് ആ കൺസെന്റ് എഴുതി ഒപ്പിടിപ്പിച്ച് അത് ആ ഫയൽ റെക്കോർഡിൽ കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെ? നാളെ ആ പേഷ്യൻസിന് എന്തെങ്കിലും വന്നുപോയാൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ടാണ് ഈ ലാമ ഫോമില് ഒപ്പെഴുതി മേടിച്ച് അവരെ കൊണ്ട് കൺസെന്റ് എഴുതി സൈൻ ചെയ്യണം എന്ന് പറയണത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ?
more llama patients, worser is the hospital public relations. എന്താ ഏറ്റവും കൂടുതൽ llama patients ഹോസ്പിറ്റലില് പബ്ലിക് റിലേഷൻ മോശമാണ്. അപ്പൊ അവിടെയും പബ്ലിക് റിലേഷൻ കണക്ട് ചെയ്താ വന്നേക്കണേ അല്ലെ. എല്ലാ പേഷ്യന്റും ഇപ്പൊ ഒരു 10-20 പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 15 പേഷ്യൻസിന് അവിടെ കിടക്കാൻ ഇഷ്ടമില്ല. പേഷ്യന്റ് പറയണത് എന്താ, എനിക്ക് വേറെ ഹോസ്പിറ്റലിലോട്ട് പോണോ, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നല്ല വിട്ടതായോ എന്താ പറയണേ. അതെന്തുകൊണ്ടാ പറയണേ? അവർക്ക് ആ ഹോസ്പിറ്റലില് ഇഷ്ടല്ല, തൃപ്തികരമായിട്ടില്ല, അവിടുത്തെ ട്രീറ്റ്മെന്റ് അവർക്ക് ഇഷ്ടമായിട്ടില്ല, അവിടുത്തെ മരുന്ന് ഇഷ്ടമായിട്ടില്ല, അവിടുത്തെ ഒരു പ്രവർത്തനം അവർക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് അവര് വേറെ ഹോസ്പിറ്റലിലോട്ട് കൺസെന്റ് എഴുതി പോകാൻ പോണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ആ മോശം? ആരുടെ മോശം കൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് അല്ലെ. പബ്ലിക് റിലേഷൻസിന്റെ മോശം കൊണ്ടല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കും, ഇവിടെ വരുന്ന പേഷ്യന്റ് ഒക്കെ എന്താ വേറെ ഹോസ്പിറ്റലിൽ പോണേ? ഓടി ഇവിടെ വരും. വന്നു കഴിഞ്ഞ് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോ പറയും, എനിക്ക് ഇവിടെ വേണ്ട, വേറെ പോയാൽ മതി. എന്തുകൊണ്ടാ അവര് പറയണേ? അവർക്ക് ഇവിടെ ഇഷ്ടമില്ല. അങ്ങനെ 1-2 പോയാൽ കുഴപ്പമില്ല. ഒരുപാട് പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? ആ ഹോസ്പിറ്റലിന്റെ ഡിഗ്നിറ്റിനെ ബാധിക്കില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ലാമ ഫോമിന്റെ ഫുൾ ഫോം പഠിക്കുക. എന്തിനാണ് ഈ ലാമ ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കുക. പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ, അതറിഞ്ഞിരിക്കും. ഓക്കെ, ഈ ലാമ പേഷ്യൻസ് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷന് മോശമാണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കാം. ആ പോയിന്റ് അവിടെ തീർന്നു. നെക്സ്റ്റ് എന്താ കുഴപ്പമുണ്ടാ, ബുദ്ധിമുട്ടുണ്ടാ? എല്ലാവരും ഇവിടെ ഇല്ലേ? ഒരാള് ഓക്കെ ആരെങ്കിലും ഒരാള്. ഞാൻ ഇങ്ങനെ ഇരുന്ന് എനിക്ക് നിങ്ങളെ പേര് മാത്രമേ കാണുള്ളൂ. നിങ്ങളുടെ വല്ല പ്രൊഫൈലൊക്കെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, നമ്മൾ തമ്മിൽ കാണുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞു പോകുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടക്ക് അവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ അല്ലെ. നമ്മളെ പ്രാദേശിക പത്രത്തിലെ എഡിറ്റർമാർക്ക് ഒരു കത്തെഴുതും, ലെറ്റർ എഴുതും. ന്യൂസ് പേപ്പറിൽ നമ്മളെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പത്രക്കാരെ ഓടി ഇറങ്ങി വരും അല്ലെ. നമുക്ക് നോക്കാം എന്താ all newspapers have a page where letters from readers are published. എന്താ, എല്ലാ പത്രക്കാർക്കും എല്ലാ ന്യൂസ് പേപ്പർക്കും വായനക്കാരുടെ കത്തുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പേജ് ഉണ്ട്. വായനക്കാരുടെ കത്തുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പേജ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ആ ഒരു പേജിൽ നമുക്ക് എന്തും എഴുതാം, അത് വായിക്കാനുണ്ടാവും. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ്, എല്ലാ ന്യൂസ് പേപ്പറും എന്തുണ്ട്? ഒരു പേജ് ഉണ്ട്. വേർ ലെറ്റേഴ്സ് ഫ്രം ദ റീഡേഴ്സ് ആർ പബ്ലിഷ്ഡ്. എന്താണോ പത്രക്കാർ പബ്ലിഷ് ചെയ്യുന്നത്, ആ വായനക്കാരുടെ കത്തുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പേജ് നമ്മുടെ എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ട്. If there is something in the news that you want to respond to or let the public know of some medical situation like a rising epidemic, you can write a letter to the editor and make it published. എന്താ ഇങ്ങനെ നമ്മൾ ഇതില് പബ്ലിഷ് ചെയ്യണത്? നമ്മൾ പറഞ്ഞു വായനക്കാർക്ക് കത്തുകൾ എഴുതാനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഒരു പേജ് ഉണ്ട്. ഈ പേജിൽ നമ്മൾ എന്തെഴുതും? നമ്മൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പകർച്ചവ്യാധികൾ പോലുള്ള ചില മെഡിക്കൽ എപ്പിഡമിക്സ് അല്ലെ, എന്താണ് പകർച്ചവ്യാധികൾ പോലുള്ള ചില മെഡിക്കൽ സാഹചര്യത്തെ കുറിച്ച് പ്രതികരിക്കാനോ പൊതുജനങ്ങളെ അറിയിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നേണം, ഒരു സ്റ്റാഫ് അവിടെ തോന്നേണം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പകർച്ചവ്യാധി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്കത് ഉണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അവിടുത്തെ എഡിറ്റർക്ക് ഒരു കത്തെഴുതി പ്രസിദ്ധീകരിക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ട്. ഹോസ്പിറ്റലിലായാലും നമുക്ക് വീട്ടിലായാലും ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ കാര്യമാണ് ഇവിടെ പറയണേ. എന്താ ഹോസ്പിറ്റലില് നമുക്ക് സംതിങ് ഇൻ ദ ന്യൂസ്, എന്തെങ്കിലും ഒരു ന്യൂസ്, യു വാണ്ട് ടു റെസ്പോണ്ട്, ലെറ്റ് ദ പബ്ലിക് നോ. പബ്ലിക്കിനെ അറിയണം, പൊതുജനങ്ങൾ അറിയണ്ടേ?
എന്താണ് ഇവിടുത്തെ ന്യൂസ്, ഇവിടെ ഹോസ്പിറ്റൽ, ഇവിടെ പകർച്ചവ്യാധി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിന് അറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സിറ്റുവേഷൻ ലൈക്ക് റൈസിംഗ് എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധി പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട്, അത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് യു ക്യാൻ റൈറ്റ് എ ലെറ്റർ. നമുക്കൊരു ലെറ്റർ എഴുതാം. ആർക്കാ? ടു ദ എഡിറ്റർ. എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാം ആൻഡ് മേക്ക് ഇറ്റ് പബ്ലിഷ്ഡ്. പിന്നീട് അത് പബ്ലിഷ് ചെയ്യാം. പത്രത്തിൽ, എല്ലാ പത്രത്തിലും നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അതിന് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, അറിയാൻ വേണ്ടി മാത്രം മതി. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാ. പകർച്ചവ്യാധികൾ പോലുള്ള ചില മെഡിക്കൽ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ. നമ്മൾ ഒരു ലെറ്റർ എഴുതി എഡിറ്റർക്ക് കൊടുത്തിട്ട് ആൻഡ് മേക്ക് ഇറ്റ് പബ്ലിഷ്ഡ്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മൾ ഒറ്റ പോർഷൻസും കട്ട്, നമ്മളെല്ലാ ഭാഗവും കവർ ചെയ്ത് പോണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഭാഗം പോലും നമ്മൾ കവർ ചെയ്യാതിരിക്കരുത്. അതുകൊണ്ടാണ് ഇതില് എഡിറ്റേഴ്സിന്റെ ഒരു കാര്യം കൂടിയും അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റിനും ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി, പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് പെട്ടെന്ന് ആര് വന്നും പബ്ലിക് റിലേഷൻ ഓഫീസർ ആവാൻ പറ്റുമോ? ഇല്ല. അതിന് അതിൻ്റെതായ ക്വാളിറ്റീസ് വേണം, വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് റിലേഷൻ ആവാൻ പറ്റുള്ളൂ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഗുണങ്ങൾ വേണം. എന്താണ് ഗുണങ്ങള്? ഫസ്റ്റ് വൺ, ആംബിൾ കോമൺ സെൻസ്. എന്ത് വേണം? അവർക്ക് വിശാലമായ ഒരു കോമൺ സെൻസ് വേണം. വിശാലമായ ഒരു സമാന ബുദ്ധി, ഒരു നല്ലൊരു എല്ലാം തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു കോമൺ സെൻസ് വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസേഷൻ കപ്പാസിറ്റി. എന്താ? എല്ലാരും കൈകാര്യം ചെയ്യാനായിട്ട്, സംഘടന എന്ത് തന്നാലും എല്ലാരും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒന്നാം തരം ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം. എന്ത് വേണം? ഒന്നാം തരം ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം. ഒരു സംഘടനാ ശേഷി വേണം, വേണ്ട? എല്ലാം സംഘടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാനുള്ള ഒരു സംഘടനാ ശേഷി വേണം പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന എല്ലാ പോയിന്റും. ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. കോമൺ സെൻസ് വേണം, അതുപോലെ തന്നെ ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം. മൂന്നാമത്തെ ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. എന്താ? നല്ല ഗുഡ് ജഡ്ജ്മെന്റ്, എന്തിനെ വിധി എഴുതാനായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് വിധി പറയാനും അതിന്റെ വിധി കൽപ്പിക്കാനായിട്ടുള്ള ഒരു നല്ല ജഡ്ജ്മെന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യവും ഒബ്ജക്ടിവിറ്റി, അതിന്റെ വസ്തുനിഷ്ഠകൾ അറിയാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. ഓക്കെ, നാലാമത്തെ പോയിന്റ് എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രിസിയേറ്റ്. എന്താ? നമുക്ക് കഴിവ് വേണം. എന്തിനാ കഴിവ്? ടു ഇമാജിൻ, സങ്കല്പിക്കാൻ, ഇമാജിൻ ചെയ്യാൻ, മുൻകൂട്ടി ഇത് സംഭവിക്കും, ഇവിടെ മുൻകൂട്ടി ഈ ഹോസ്പിറ്റലില് ഇത് ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു പവർ വേണം, ഒരു എബിലിറ്റി വേണം. അതുപോലെ തന്നെ ടു അപ്രിഷിയേറ്റ്, എന്തുണ്ടായാലും നമ്മൾ അഭിനന്ദിക്കാനും അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു മൈൻഡും ഉണ്ടായിരിക്കണം. ഓക്കെ, എബിലിറ്റി, എന്തിനുള്ള എബിലിറ്റിയാ? ടു ഇമാജിൻ ആൻഡ് ടു അപ്രിഷിയേറ്റ്. ഇമാജിൻ, ടു അപ്രിഷിയേറ്റ്. നെക്സ്റ്റ് എന്താ? അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താ? എന്ത് വേദന സഹിക്കാനുള്ള, ടേക്കിംഗ് പെയിൻ എന്ന് വെച്ചാൽ എന്താ? എന്ത് വേദനയും സഹിക്കും. അങ്ങനെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അൺലിമിറ്റഡ്, പരിധിയില്ലാതെ കണ്ടിന്യൂസ് എന്തെങ്കിലും വേദന വന്നാലും കണ്ടിന്യൂസ് എന്ത് വന്നാലും അതിലൊന്നും ഒരു കൂസലില്ലാത്ത ഒരു കഴിവ്, ടേക്കിംഗ് പെയിൻ, എന്ത് വേദനയും കൈകാര്യം ചെയ്യാനും എന്ത് വേദന ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. നെക്സ്റ്റ് എന്താ? readiness to work for long hours. കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ. ഒരു 10 മിനിറ്റ് പണിയെടുത്ത് കഴിഞ്ഞപ്പോ തന്നെ വയ്യാന്ന് പറഞ്ഞ് കയറിയിരിക്കാൻ പാടില്ല. ദീർഘനേരം എന്ന് വെച്ചാൽ ഒരുപാട് നേരം, എനിക്ക് എത്ര പണിയെടുത്താലും കുഴപ്പമില്ല, അത്രയും നേരം പണിയെടുക്കാനുള്ള ഒരു വർക്ക് എടുക്കാനുള്ള ലോങ് അവർ, ദീർഘനേരം ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, ഒരു സന്നദ്ധ ഉണ്ടായിരിക്കണം, റീഡിങ്നെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. എന്താ? യാഥാർത്ഥ്യബോധവും നർമ്മബോധവുമായിരിക്കണം. എന്ത് വേണം? റിയലിസ്റ്റിക് ആയിരിക്കണം. എല്ലാ കാര്യവും മനസ്സിലാക്കാൻ റിയലിസ്റ്റിക് ആയിട്ട്, പെട്ടെന്ന് എന്ത് കാര്യം ഉണ്ടായാലും അതിനെ കുറിച്ച് മനസ്സിലാക്കി
പെട്ടെന്ന് അത് സെൻസ് ഉൾക്കൊള്ളാനുള്ള ഒരു ഹ്യൂമൻ സെൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞേ നർമ്മബോധം. നമുക്ക് സാധാരണ എല്ലാവരെയും പോലെ കളിച്ച് ചിരിച്ച് അങ്ങനെയുള്ള ഒരു മൈൻഡ് അങ്ങനെ വേണം. പക്ഷെ വേണ്ടടുത്ത് ആ ഒരു സെൻസ് ആയിട്ട് ഹ്യൂമൻ സെൻസ്, നമ്മള് എന്താണോ ആ അവസ്ഥ അതനുസരിച്ച് പെരുമാറാനുള്ള ഒരു ഹ്യൂമൻ സെൻസും അത് റിയലിസ്റ്റിക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. എന്താ, ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനും എഴുതാനുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കണം. എന്താ പറഞ്ഞേ? ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. നല്ല ശബ്ദമായിരിക്കണം അല്ലേ? എന്റെ ശബ്ദമൊക്കെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണുമ്പോ ഒരു പാട്ടേ പഠിക്കണ പോലെ ഇറിറ്റേറ്റ് അടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാറില്ലേ? അങ്ങനത്തെ ശബ്ദമാവാതെ നല്ല ശബ്ദമായിരിക്കണം. നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നണം അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എന്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ പക്ഷേ എന്തൊരു ഇറിറ്റേഷനാ, ഈ പാട്ടേ പഠിക്കുന്ന പോലെ? എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടാ? എല്ലാവരും ഇല്ല, ഗാഥയ്ക്ക് തോന്നിയിട്ടില്ല, ആർക്കും തോന്നിയിട്ടില്ല. തോന്നിയവരുണ്ട്, ഒരുപാട് പേര് തോന്നിയവരുണ്ട്. ഇപ്പൊ അവരടക്കം അത് ചിരിക്കുന്നുണ്ടാവും. ഇല്ല, ഓക്കെ. എന്നെ എല്ലാവരും ചെറുതിലേ മുതൽ കളിയാക്കുമായിരുന്നു. ഈ ശബ്ദം കൂട്ടാൻകിരിയുടെ ശബ്ദം പോലെ ചെവി കിടന്ന് സംസാരിക്കുന്നു. ഞാൻ വെറുതെ കിടന്ന് കുറേ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ഓക്കെ. പക്ഷെ ഇങ്ങനെ വോയിസ് ആവരുത്, നൈസ് വോയിസ് ആയിരിക്കണം. നമുക്ക് അവരെ സംസാരം വീണ്ടും അവരോട് സംസാരിക്കാൻ തോന്നണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. പൊതുജനങ്ങളോട് നമുക്ക് പബ്ലിക്കിനോട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അവരെ കയ്യിലെടുക്കാനുള്ള ഒരു വാക്സാമർത്ഥ്യം ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്. അവർക്ക് നല്ല ഐഡിയാസുകൾ, നല്ല ആശയങ്ങൾ ക്രിയേറ്റീവ് ആയിരുന്നു അല്ലെ? എന്തൊരു പെട്ടെന്ന് ഹോസ്പിറ്റലാണ്, ഒരുപാട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ എല്ലാ സാഹചര്യവും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും പബ്ലിക് റിലേഷൻസിൽ അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ്, അവർക്ക് പുതിയ ഐഡിയകൾ സൃഷ്ടിക്കാൻ കഴിയണം, ക്രിയേറ്റീവ് ചെയ്യാൻ കഴിയണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. ബേസിക് ആയ നമ്മുടെ തൊഴിലിനെ കുറിച്ച് നമുക്കൊരു അടിസ്ഥാന ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മുടെ ജോബ് എന്താണ്, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, അതിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ആയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ഒരു അടിസ്ഥാന ബോധം ഉണ്ടായിരിക്കണം അല്ലെ? നമ്മുടെ ഡോക്ടറുടെ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരിത്തിരി ഡോക്ടർമാരൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി ബോൾഡ് ആയിരിക്കും. അല്ലാതെ കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റുമില്ല. നമ്മളുടെ പ്രൊഫഷൻ എന്താണോ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കണം, നമ്മൾ അതറിയണം. അതറിഞ്ഞിട്ട് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. എന്താ? നമ്മുടെ കഴിവുകൾ നമുക്ക് ബിൽഡ് ചെയ്യണം, നമ്മളെ അത് ഉണ്ടാക്കാം. നമ്മുടെ എബിലിറ്റീസ്, നമ്മൾക്ക് ഒരേ കഴിവുകളുണ്ട്, ഓരോരുത്തർക്കും പലതരത്തിൽ കഴിവുകളുണ്ട്. അതിന്റെ ഇമേജ് ബിൽഡിങ് നമ്മളത് നമ്മുടെ ഇത് നോക്കിയിട്ട് ഇമേജിംഗ് ബിൽഡിംഗ് കഴിവുകൾ നമ്മൾ കൂട്ടാം. പിന്നെ ഇന്റലിജൻസ് ആയിരിക്കാം, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. എന്താ? നല്ല ബുദ്ധിയായിട്ട് നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ഇത് നേരിടാനുള്ള ആ ഒരു ക്യൂർനെസ്, ആ ഒരു ഇന്റലിജന്റ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാം അല്ലെ? പിന്നെ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കരുത് അല്ലെ? റിസൾട്ട് നോക്കി ചെയ്യരുത്. നമ്മൾ അതിനെ ചെയ്യേണ്ടത് എന്ത് വിചാരിച്ചിട്ടായിരിക്കണം? നല്ല റിസൾട്ട് വിചാരിക്കണം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് നമ്മൾ നോക്കരുത് അല്ലെ? ആ നമ്മൾ ചെയ്യണ പ്രവൃത്തി നല്ലതായിരിക്കണം. അതിനെ ആസ്പദമാക്കി വേണം നമ്മള് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓറിയന്റഡ് അപ്രോച്ച്, ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ആ സമീപനമായിരിക്കണം. അല്ലാതെ നമ്മള് റിസൾട്ട് അപ്രോച്ച് എന്ന് പറയുമ്പോ എന്താ? നമ്മൾ എന്താണോ അവർക്ക് ചെയ്യാൻ കൊടുക്കണേ അതിന്റെ ആ ഒരു റിസൾട്ട് നമ്മൾ കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അവർക്ക് സഹായിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കരുത് അല്ലെ? അങ്ങനെ നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് ഉണ്ടാവാം. പിന്നെ മീഡിയ സ്പെഷ്യലൈസേഷൻ. എന്താ? സ്പെഷ്യൽ മീഡിയകള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിലായിരിക്കും ഇമ്പോർട്ടന്റ്. മീഡിയ സ്പെഷ്യലൈസേഷൻ, നമ്മുടെ മീഡിയക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫോക്കസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
പിന്നെ എഡിറ്റോറിയൽ എന്റർപ്രൈസ് നഴ്ചറും അതിനുള്ള ആ ഒരു വൈദഗ്ധ്യം എക്സ്പെർട്ട് എന്താ നമ്മളെന്തും നമ്മൾ പറഞ്ഞു പത്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്രത്തിൽ ഇടാനുള്ള ആ ഒരു കാര്യങ്ങൾ അതിനൊക്കെ ഒരു കഴിവുണ്ടായിരിക്കണം എല്ലാത്തിനും മീഡിയ സ്പെഷ്യലൈസ് ചെയ്യാനും എഡിറ്റോറിയൽ ചെയ്യാനും ന്യൂസ് പേപ്പറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള നല്ലൊരു എബിലിറ്റി ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഇതിൽ പറഞ്ഞേക്കണ പോയിന്റുകൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോ 2 പോയിന്റ് തരും എന്നിട്ട് നിങ്ങളോട് ചോദിക്കും പിക്ക് ഔട്ട് ദ പബ്ലിക് റിലേഷൻ ഓഫീസർ ഇതിൽ ക്വാളിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു തരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ചോദിക്കും ഇത് പബ്ലിക് റിലേഷൻസിന്റെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ചോദിക്കും അപ്പൊ എല്ലാ പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് ഓക്കെ ഇത് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള സമയമില്ല ഇനി എത്ര പോയിന്റ് ഉണ്ട് നമുക്ക് ഈ ആഴ്ച കൊണ്ട് ഇത് തീരാൻ പറ്റുമോ റോൾ ഓഫ് PR ഓഫീസർ ഉണ്ട് അതുണ്ട് ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ തീരൂട്ടാ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർന്നു കഴിയുമ്പോൾ നിങ്ങള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഇല്ല നിങ്ങൾക്ക് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം പബ്ലിക് റിലേഷൻസ് എത്തിക്സ് ആണോ അങ്ങനെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറയാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോ അത് കൊണ്ടുവരാം നിങ്ങൾക്ക് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല എല്ലാവരും കയ്യിലും എല്ലാ PDF-ഉം എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ടൊക്കെ ഇല്ലേ എല്ലാവരുടെ കയ്യിലും ഇല്ലേ ഏത് പറഞ്ഞാലും അപ്പൊ തന്നെ എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും ഓക്കെ അപ്പൊ ഞാന് വ്യാഴാഴ്ച വരുമ്പോ നമ്മുടെ ഇത് തീരും ഇത് തീരുന്നതോടൊപ്പം തന്നെ നമ്മള് പുതിയ ഇത് കൊടുക്കണം കേട്ടാ ഓക്കെ എന്നാ താങ്ക് യു അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം Thank you, ma'am. ഓക്കെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് ഓക്കെ അത് തന്നെ അതിന്റെ പാഠം നമ്മൾ എടുക്കുക എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ അതാണ് നമ്മൾ ഇനി അടുത്തത് തുടങ്ങുന്നത് ഓക്കെ മൊഡ്യൂൾ 3 തന്നെയല്ലേ അത് താങ്ക് യു മൊഡ്യൂൾ 3 തന്നെയല്ലേ ഓക്കെ അപ്പൊ എല്ലാവരും അത് റെഡി ആയിട്ട് വരാം നമുക്ക് അത് തുടങ്ങി വെക്കാം ഓക്കെ എന്നാ താങ്ക് യു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം